നോർമൽ ഡെലിവറി ആയിരുന്നു, 1 മാസം കഴിഞ്ഞിട്ടുണ്ട്, നോമ്പ് എടുക്കാമോ, അല്ലെങ്കിൽ സിസേറിയൻ ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുണ്ട്, നോമ്പ് എടുക്കാമോ എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുലയൂട്ടുന്ന അമ്മയാണ് എന്നുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ 3 മാസത്തിലിരിക്കുന്ന അമ്മമാർക്ക് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും നോമ്പ് എടുക്കാമോ എന്നതിനെ കുറിച്ച് നോക്കാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ റിസ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രസവശേഷം മുലയൂട്ടുന്ന അമ്മമാർക്ക് നോമ്പ് എടുക്കാമോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിഗത സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. മൊത്തത്തിലുള്ള ആരോഗ്യവും മെഡിക്കൽ കണ്ടീഷനും എല്ലാം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോമ്പെടുക്കാവുന്നതാണ്. അപ്പോൾ മുലയൂട്ടുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാവുന്നതാണ്. എന്നാൽ പ്രസവം കഴിഞ്ഞുള്ള ആദ്യ മാസത്തിൽ, പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് പോസ്റ്റ്മോർട്ടം പീരീഡിൽ ഇരിക്കുന്നവർ, അതായത് പ്രസവം കഴിഞ്ഞ ആദ്യത്തെ 3 മാസത്തിൽ ഇരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ശരീരത്തിലെ ചേഞ്ചസ് എല്ലാം വന്ന് സെറ്റിൽ ഡൗൺ ആവുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ടൈമിൽ നിങ്ങളുടെ ശരീരം പ്രസവത്തിൽ നിന്നും വീണ്ടെടുക്കാനും മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നോമ്പെടുക്കുന്നത് നിങ്ങളുടെ കലോറി ഉപയോഗം പരിമിതപ്പെടുത്തുകയും നിങ്ങളുടെ പോഷക നിലയിൽ വിട്ടുവീഴ്ച വരുത്തുകയും ചെയ്തേക്കാം. നിങ്ങൾ നോമ്പെടുക്കുന്നത് ഇത് നിങ്ങളുടെ എനർജി ലെവൽ, മിൽക്ക് പ്രൊഡക്ഷന്, അതുപോലെ തന്നെ നിങ്ങളുടെ മുറിവൊക്കെ ഉണങ്ങി വരുന്നതിനെ എല്ലാം ബാധിക്കുകയും ചെയ്തേക്കാം. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ കുഞ്ഞിന് മതിയായ പാല് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നത് അമ്മയുടെ മുലപ്പാലിൽ നിന്നായതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പോഷകാഹാര ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകേണ്ടത് ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രസവശേഷം നിങ്ങളുടെ ശരീരം പൂർണ്ണമായി വീണ്ടെടുക്കാൻ സമയം ആവശ്യമാണ്. അതിനാൽ തന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നോമ്പെടുക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ശരീര വീണ്ടെടുക്കലിനെ തടസ്സപ്പെടുത്താം. ഇത് നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവുന്നതിന് ഇടയാക്കുകയും നിങ്ങളുടെ മിൽക്ക് പ്രൊഡക്ഷനെ ചിലപ്പോൾ ഇത് ബാധിക്കുകയും ചെയ്തേക്കാം. ശരിയായ രീതിയിലല്ല നിങ്ങൾ നോമ്പെടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ നോമ്പെടുത്തതിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിന് വയറ് സംബന്ധമായിട്ടുള്ള അസുഖം, കുഞ്ഞിന് കൂടുതൽ ക്ഷീണം, തളർച്ച, യൂറിൻ ഔട്ട്പുട്ട് ഒക്കെ കുറവാണ് എന്നുണ്ടെങ്കിലും ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അമ്മ നോമ്പെടുക്കുമ്പോൾ പകലിൽ വെള്ളവും ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നതിനൊക്കെ ഇടയാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചില കുഞ്ഞുങ്ങളിൽ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോമ്പെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോമ്പെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോമ്പെടുത്തതിന് ശേഷം നിങ്ങളുടെ കുഞ്ഞ് കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളതും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവർക്ക് നോമ്പെടുക്കാവുന്നതാണ്. കാരണം 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നോമ്പെടുക്കുന്നത് കൊണ്ട് ഉണ്ടാവാറില്ല. ആ ഒരു സമയത്താണെങ്കിലും അമ്മയുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നോമ്പെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. നോമ്പെടുക്കുന്ന സമയത്ത് നിങ്ങൾ 3 മീൽസ് കമ്പൽസറി ആയിട്ട് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നോമ്പെടുക്കുന്ന സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. അയണും കാൽഷ്യം മസ്റ്റായിട്ടും എടുക്കുന്നതിന് വേണ്ടിയിട്ടും മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മുലയൂട്ടുന്ന അമ്മമാർക്ക് നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ഡൗട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞുള്ള ആദ്യ മാസങ്ങളിലൊക്കെ ഇരിക്കുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ. ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.